ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അൻഷടാ, ഇത് നമ്മൾ എങ്ങോട്ടാ? ഇന്ന് നിങ്ങളെ ഒരു സ്പെഷ്യൽ ഇടത്തേക്കാണ് ഞാൻ കൊണ്ടുപോകുന്നത്. നിങ്ങളൊപ്പം വരുന്നില്ലേ? പോകാം. ബൈ. നിങ്ങൾക്ക് മനസ്സിലായി കാണാം നമ്മൾ എവിടെ എത്തി എന്നുള്ളത്. തിരുവനന്തപുരത്തുള്ള ആൾക്കാർക്ക് ഏകദേശം മനസ്സിലാവും. ഇതാണ് നെട്ട എന്ന് പറയുന്ന സ്ഥലം. അത് തമിഴ്നാട് ബോർഡറിലാണ് നെട്ട എന്ന് പറയുന്ന സ്ഥലം. കാരക്കോണം വെള്ളറയ്ക്ക് അടുത്തുള്ള സ്ഥലമാണ് നെട്ട എന്ന് പറയുന്നത്. ദൃശ്യഭംഗിയാൽ സുന്ദരമായിട്ടുള്ള സ്ഥലമാണ്. കാണാൻ കഴിയും, എൻ്റെ പുറകുവശത്തായിട്ട് കാണാൻ കഴിയും. നല്ല ഭംഗിയുള്ള വൈകുന്നേരം സമയങ്ങളിൽ നല്ല കാറ്റാണ് കേട്ടോ അവിടെ. തിരുവനന്തപുരത്ത് നിന്ന് തിരുവനന്തപുരം കന്യാകുമാരി നാഷണൽ ഹൈവേയിൽ നിന്ന് അമരവിള കഴിഞ്ഞ് അടുത്ത ഉദയംകുളങ്ങര എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ കാരക്കോണത്തിൽ നിന്ന് വെള്ളറട പോകുന്ന റൂട്ടിൽ ആണ് നെട്ടയിലേക്കുള്ള വഴി. ട്രിവാൻഡ്രത്ത് നിന്ന് ഏകദേശം 32 കിലോമീറ്ററാണ് നെട്ടയിലെ ദൂരം. വെള്ളറട ഗ്രാമപഞ്ചായത്തിലെ തമിഴ്നാട് ബോർഡറിലാണ് നെട്ട എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ട്രിവാൻഡ്രത്ത് ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലമുണ്ട് എന്ന് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് പ്രകൃതി സൗന്ദര്യമുള്ള സ്ഥലമാണ് നെട്ട എന്ന് പറയുന്ന സ്ഥലം. ഒരിക്കലെങ്കിലും നിങ്ങൾ നെട്ട എന്ന് പറയുന്ന സ്ഥലത്ത് വരണം. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വരുമ്പോൾ പ്ലാസ്റ്റിക്കും അതുപോലുള്ള അവശിഷ്ടങ്ങളും ഒന്നും ഇവിടെ ഇടാതിരിക്കുക ദയവ് ചെയ്ത്. കാരണം ഞാൻ ഈ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പോകുന്ന വഴിയിലൊക്കെ കണ്ടു കാണും, അതേപോലെ പുഴയിലുമൊക്കെ കണ്ടു കാണും, ഒരുപാട് വേസ്റ്റുകൾ കുപ്പികളും ബോട്ടിലും ഒക്കെ കൊണ്ടുവന്നിട്ട് അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഒരു പ്രകൃതം ഉണ്ട്. അത് ദയവ് ചെയ്ത് നിങ്ങൾ ആരും അനുകരിക്കാതിരിക്കുക. പിന്നെ നല്ല നല്ല വീട്ടിൽ തന്നെ കിട്ടുന്ന ഭക്ഷണമൊക്കെ കിട്ടുന്ന, വീട്ടിൽ നാടൻ ഭക്ഷണമൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ തൊട്ടടുത്ത് തന്നെ ചെറിയ ചെറിയ സ്ഥലങ്ങളാണ്. ഇവിടുത്തെ തന്നെ മത്സ്യങ്ങളൊക്കെ പിടിച്ച് അതിനെ തന്നെ വറുത്ത് തരുന്ന ഒരു വിശേഷണമാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് അത് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഫീല് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. നമ്മൾ ദൂരെയൊക്കെ കുറേ കാശൊക്കെ മുടക്കി ഒത്തിരി ദൂരെയൊക്കെ പോയിട്ട് വ്ളോഗൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇത്രയും പ്രകൃതി സൗന്ദര്യമുള്ള വേറൊരു സ്ഥലം തിരുവനന്തപുരത്ത് ഞാൻ പക്ഷേ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിങ്ങളോട് പറയണം, ഒരിക്കലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഒന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് നെട്ട എന്ന് പറയുന്ന സ്ഥലം. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഇതാ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം, മലനിരകളാൽ സുന്ദരമായിട്ടുള്ള സ്ഥലം. അതിന് താഴെയായിട്ട് നദി ഒഴുകുകയാണ് അല്ലേ. ഇത് പേച്ചിപ്പാറ ഡാമും ഒക്കെ ബന്ധപ്പെട്ടുള്ള ജലാശയമാണ്. വളരെ മനോഹരമായിട്ടുള്ള ജലാശയമാണ്. അതിന് സൈഡിൽ കൂടെയൊക്കെ നമുക്ക് നടന്നു പോകാനുള്ള വഴികളുണ്ട്. സൈഡിൽ കൂടെയൊക്കെ പോയി നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, എന്നാൽ പോലും സൈഡിൽ കൂടെയൊക്കെ പോയി നമുക്ക് പോകാനുള്ള സൗകര്യമുണ്ട്. ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാരാണെങ്കിൽ
സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട്. ഈ നെട്ടയിലൊരു 4 മണി 5 മണി സമയത്താണ് നിങ്ങൾ വരേണ്ടത് കേട്ടോ. ഇത്രയും സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അതിൻ്റെ ഒരു ഫീല്. കണ്ടോ, ആ ജലാശയങ്ങൾ, ഓളങ്ങളൊക്കെ വെട്ടി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പുഴ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതിൽ കണ്ടോ, അതിൽ ഇവിടുത്തെ തന്നെ പ്രദേശവാസികളാണെന്ന് തോന്നുന്നു, അവിടെ ഇരുന്ന് കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കണ്ടോ, എൻ്റെ വൈഫിൻ്റെ ഒരു ഫോട്ടോയും കാണാം. കണ്ടോ, വൈഫ് അതങ്ങനെ അതിനെ ആസ്വദിച്ചിരിക്കുകയാണ്. ആ പ്രകൃതി ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. കണ്ടോ, എന്ത് സുന്ദരമായിട്ടുള്ള സ്ഥലം അല്ലേ? നിങ്ങൾക്ക് ഇത്രയും സുന്ദരമായിട്ടുള്ള സ്ഥലം വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതിൻ്റെ പേരിലാണ് നമ്മൾ ഊട്ടി കൊടൈക്കനാലൊക്കെ പോകുന്നു. അവിടെ ഇതൊക്കെ തന്നെയേ ഉള്ളൂ. പക്ഷേ ഇത് ഇത്രയും സുന്ദരമായിട്ടുള്ള സ്ഥലം എന്ത് മനോഹരമാണ് അല്ലേ? ആ ജലാശയം കാണാനും കുറച്ച് സമയം ചിലവഴിക്കാനും ഒക്കെ നമ്മുടെ മനസ്സിനൊരു നിർവൃതി ഉണ്ടാകാനും ഒക്കെ വളരെ അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലമാണ്. വൈകുന്നേരം വന്നിരിക്കണം. പക്ഷേ ഉച്ചയ്ക്കൊന്നും വരരുത്, ഭയങ്കര വെയിലാണ്. വൈകുന്നേരം ഒരു 3 മണി 4 മണി 5 മണി സമയമാണ് കറക്റ്റ് സമയം. നല്ല ഒരു ഫീൽ ഉണ്ടാകുന്ന സമയമാണ്. കണ്ടോ, എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് വൈഫ്. കണ്ടോ, മക്കളെ കൊണ്ടുവന്നിട്ടില്ല. ഞാനും വൈഫും മാത്രമാണ് ഇന്നത്തെ വ്ളോഗിന് വേണ്ടി വന്നത്. ഞാൻ ഇത് കേട്ടറിഞ്ഞിട്ട് ഞാൻ വന്നതാണ്. ഇതിൻ്റെ ഒരു ഭംഗി കണ്ടപ്പോൾ എന്താ പറയുക, കണ്ടപ്പോൾ അങ്ങനെ ഒരു നല്ല ഒരു ഫീല് മനസ്സിലുണ്ട്. ഇനി കുട്ടികളെ കൊണ്ട് വരണം. കുളിക്കാനൊക്കെ ഉള്ള ചെറിയ ചെറിയ സൗകര്യങ്ങളുണ്ട്. എന്താണ്, കുളിക്കടവൊക്കെ ഉണ്ട്. അവിടെ പോയി കുളിക്കാം. കണ്ടോ, ഇവിടുത്തെ നാട്ടുവാസികളാണെന്ന് തോന്നുന്നു, അവിടെ ഇരുന്ന് കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലം കണ്ടോ. ഇതിനു വേണ്ടിയാണ് നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ കാണാനാണ് ദൂര സ്ഥലങ്ങളിൽ പോകുന്നത്. തിരുവനന്തപുരത്തും തൊട്ടടുത്ത് ഇത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലമുണ്ടെന്ന് ഇപ്പോഴാണ് അറിയുന്നത്, സത്യം പറഞ്ഞു. ഇനി കണ്ടോ, ആ പുഴയുടെ ഭംഗി കണ്ടോ, ആ പുഴയ്ക്കപ്പുറം പച്ചപ്പുള്ളതും അതേപോലെ മലനിരകളുമൊക്കെ കണ്ടോ. ഇവിടെ ധാരാളം വിനോദസഞ്ചാരികളുണ്ട്. അതിൻ്റെ ഒരു കോലാഹലമാണ് ഇപ്പോൾ കാണുന്നത്. നിങ്ങൾ കണ്ടോ, ഒരുപാട് വിനോദസഞ്ചാരികളുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും ഇത്രയും തിരക്ക്. കണ്ടോ, എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. എത്ര നേരം വേണമെങ്കിലും നമുക്കിങ്ങനെ ഈ പുഴയും മലനിരകളും അതേപോലെ പച്ചപ്പും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കാം. അത് മാത്രമല്ല, കുളിക്കാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. കുളിക്കടവ് എന്ന് മാത്രമല്ല, അല്ലാതെ തന്നെ വെള്ളം കുറച്ച് ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ തീരത്തൊക്കെ ആൾക്കാർ കുളിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ പറ്റും. ഇന്ന് നല്ല റഷുണ്ട് കേട്ടോ. പക്ഷെ ഒരു വിഷയം, പരിസരം മൊത്തവും പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളൊക്കെയാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ആരും വരുമ്പോൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും ഇവിടെ നിക്ഷേപിക്കാതിരിക്കുക. പ്രകൃതി സൗന്ദര്യം മാത്രം ആസ്വദിക്കുക. പ്രകൃതിയെ നശിപ്പിക്കാതിരിക്കുക. ദയവ് ചെയ്ത് നശിപ്പിക്കാതിരിക്കുക. കണ്ടോ, ആ മലകൾ തന്നെ കാണാൻ എന്ത് ഭംഗിയാണ്. ആരോ ഒരാൾ കിടക്കുന്നത് പോലെ തോന്നും അല്ലേ? കണ്ട, ഒഴുകി വരുന്നത് കേട്ടോ. ആ ഒരു പോർഷൻ കണ്ടോ, ആ നടുക്കായിട്ട് കണ്ടോ, റബ്ബർ തോട്ടമാണ്. അങ്ങനെ നമ്മുടെ നെട്ടയിലെ കാഴ്ചകളുണ്ടതോ, പക്ഷികളൊക്കെ തിരിച്ച് കൂടുകളിലേക്ക് ചേക്കേറുകയാണ്. അതിൻ്റെ ആ ഭംഗിയുണ്ടോ, ആ പക്ഷികളൊക്കെ പറന്നു പോകുന്നതിൻ്റെ ഭംഗി. അങ്ങനെ ഞങ്ങൾ 3 മണിക്ക് നെട്ടയിലെത്തിയതാണ്. തിരിച്ച് 6:30 സമയം.
ഇനി പോയില്ല എന്നുണ്ടെങ്കിൽ ഇരുട്ട് വീഴുമല്ല. അങ്ങനെ ദൃശ്യങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങളെത്തും. താങ്ക് യു. കുറച്ച് നടന്നിട്ട്